ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കി പസഫിക് സമുദ്രത്തിൽ ചൈനയുടെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പസഫിക് സമുദ്രത്തിൽ ആണവ അന്തർവാഹിനിയിൽ നിന്ന് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതായി ചൈന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ തന്ത്രപ്രധാന ആണവ സബ്മറൈനിൽ നിന്നാണ് സിമുലേറ്റഡ് വാർഹെഡ് ഘടിപ്പിച്ച മിസൈൽ വിക്ഷേപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന കടൽ മേഖലയിൽ മിസൈൽ കൃത്യമായി പതിച്ചുവെന്ന് ചൈനീസ് നാവികസേന വ്യക്തമാക്കുന്നു. ഈ പരീക്ഷണം വാർഷിക സൈനിക പരിശീലനത്തിന്റെ ഭാഗമായുള്ള പതിവ് പരീക്ഷണമാണെന്നും ഒരു രാജ്യത്തെയും ലക്ഷ്യമിട്ടുള്ള നടപടിയല്ലെന്നും ചൈന വിശദീകരിക്കുന്നു. കിഴക്കൻ ചൈനയിലെ കിങ്ഡോവോ നാവികത്താവളത്തിൽ റഷ്യയുമായി സംയുക്ത നാവികാഭ്യാസം ആരംഭിച്ച അതേ ദിവസമാണ് ഈ പരീക്ഷണം നടന്നത്. അതിനാൽ ചൈന റഷ്യ സൈനിക സഹകരണം കൂടുതൽ ശക്തമാകുന്നുവെന്ന വിലയിരുത്തലിനും സംഭവം വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ പരീക്ഷണത്തെ തുടർന്ന് പസഫിക് മേഖലയിൽ സുരക്ഷാ ആശങ്കകൾ ശക്തമായിട്ടുണ്ട്. ചൈന മുൻകൂട്ടി വിവരം നൽകിയിരുന്നുവെന്ന് ഓസ്ട്രേലിയ സ്ഥിരീകരിച്ചെങ്കിലും ഇത്തരത്തിലുള്ള മിസൈൽ പരീക്ഷണങ്ങൾ മേഖലയിലെ സ്ഥിരതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. സൈനിക ശക്തി അതിവേഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ചൈന ആവശ്യമായ സുതാര്യത പാലിക്കാത്തത് അയൽ രാജ്യങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജപ്പാനും ചൈനയുടെ പുതിയ പരീക്ഷണത്തിൽ കടുത്ത ആശങ്കയാണ് രേഖപ്പെടുത്തിയത്. പ്രത്യേക സാമ്പത്തിക മേഖലയിൽ ചൈനീസ് റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ പതിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ലഭിച്ചതായി ജപ്പാൻ അറിയിച്ചു. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആശങ്ക ബെയ്ജിങ്ങിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടെന്നും ജപ്പാൻ വ്യക്തമാക്കി. ന്യൂസിലാൻഡും ചൈനയുടെ നടപടിയെ വിമർശിച്ചു. പരീക്ഷണം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് തങ്ങൾക്ക് വിവരം ലഭിച്ചതെന്ന് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് പറയുകയുണ്ടായി. പസഫിക് സമുദ്രത്തെ മിസൈൽ പരീക്ഷണ മേഖലയാക്കി മാറ്റുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത്തരം നടപടികൾ തിരിച്ചടിയാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പാപ്പുവ ന്യൂഗിനിയ ഉൾപ്പെടെയുള്ള മറ്റ് പസഫിക് രാജ്യങ്ങൾക്കും ചൈന നയതന്ത്ര മാർഗങ്ങളിലൂടെ മുൻകൂട്ടി വിവരം കൈമാറിയിരുന്നു. എന്നിരുന്നാലും ഇത്ര വലിയ സൈനിക പരീക്ഷണത്തിന് കൂടുതൽ വ്യക്തതയും മുൻകൂർ ഏകോപനവും ആവശ്യമാണെന്നാണ് മേഖലയിലെ മുഴുവൻ രാജ്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ നടന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം പസഫിക് മേഖലയിൽ ചൈന നടത്തുന്ന ആദ്യത്തെ വലിയ മിസൈൽ പരീക്ഷണമല്ല. 2024 സെപ്റ്റംബറിൽ ഫ്രഞ്ച് പോളിനേഷ്യയ്ക്ക് സമീപം ഡോങ്ഫെങ് 31 ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ചൈന പരീക്ഷിച്ചിരുന്നു. അതിനുശേഷം പസഫിക്കിൽ ചൈനയുടെ നാവിക സാന്നിധ്യവും സൈനിക പ്രവർത്തനങ്ങളും ഗണ്യമായി വർദ്ധിച്ചിട്ടുമുണ്ട്. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പസഫിക് മേഖലയിൽ ചൈനയുടെ തന്ത്രപ്രധാന സാന്നിധ്യം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ് അവർ നടത്തിവരുന്ന സൈനിക പരീക്ഷണങ്ങൾ എന്നാണ്. സമുദ്രാധിപത്യവും ആണവ പ്രതിരോധ ശേഷിയും ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ദൂരക്കടലുകളിലും സൈനിക സ്വാധീനം ഉറപ്പിക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. അതേസമയം അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയുടെ ഈ നീക്കങ്ങളെ അതീവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വരും വർഷങ്ങളിൽ പസഫിക് മേഖല ആഗോള ശക്തികളുടെ തന്ത്രപ്രധാന മത്സരത്തിന്റെ പ്രധാന വേദിയായി മാറാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും ശക്തമാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.